വരണാളിയാ? അതെ, കപ്പലിലൊരു തുള വീണ കപ്പൽ മുങ്ങും, അതറിയാഞ്ഞിട്ടാ. എല്ലാരും ഉണ്ടല്ലോ. കൊറേ നേരമായി. ഹേയ്, ഇപ്പൊ വന്നല്ലോ. അങ്ങനെയാണോ? ഇവർക്ക് കുടിക്കാൻ വല്ലതും കൊടുത്തോ? ഞാൻ വെള്ളാടി നിർത്തിയായിരുന്നു ഇന്നലെ. ചായ ഞാൻ എടുക്കാം. വേണ്ട, ഞാൻ എടുക്കാം. നീ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കും. അല്ല അപ്പച്ച, ഞാൻ വേണ്ടടാ. ഈ നല്ല മനുഷ്യനെ കുറിച്ചാണ് നീ ഇല്ലാത്തെല്ലാം പറഞ്ഞത്. അല്ലടാ, എന്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. 14 കൊല്ലം തെണ്ടി നടന്ന് തിരിച്ചു വന്നിട്ടും നിങ്ങൾ അവനെ സ്നേഹത്തോടെ നീ മിണ്ടായിരുന്ന ബാക്കിയെല്ലാം ഞാൻ ശരിയായിക്കോളാം. നല്ല സിനിമയാ. കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിയ ഒരു പട സ്ഫടികം. സ്വന്തം മകന്റെ കഴിവുകൾ കാണാൻ കഴിഞ്ഞില്ല. മക്കളോടൊക്കെ എന്ത് ക്രൂരമായിട്ടാ ആ അച്ഛന്റെ പെരുമാറ്റം. ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആവേണ്ട ഒരു കാര്യമില്ല ഇല്ലെങ്കിൽ എനിക്കാ ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നെ ഞാൻ വലിച്ചു കീറി. കൈവെട്ടിയ ചെകുത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു. പകരം ഞാനൊരു തെങ്ങ് വെച്ചു. 18-ാം പട്ട. 18-ാം പട്ട തെങ്ങ് വെക്കേ? കഷ്ടം. എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ലെങ്കിൽ. എനിക്ക് അല്ലാതെ എന്ത് ചെയ്യണോ അപ്പൻ? അവന്റെയൊക്കെ തെമ്മാടത്തരത്തിന് കൂട്ട് നിൽക്കണോ? നിക്കണോ? ഞാൻ അപ്പോഴേ പറഞ്ഞു. അതെ, തന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അങ്ങനെയൊന്നുമില്ല, നമ്മളൊക്കെ തന്നെ. എന്തോ ഡാഡ, മമ്മ, സിസ്റ്റേഴ്സ്. എന്തോരം പഠിച്ചു? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്തുവരെ പഠിച്ചു? ഡാഡ പഴയ 4-ാം ക്ലാസ്സാ. പിന്നെ സിസ്റ്റേഴ്സ് അവര് പുതിയ 4-ാം ക്ലാസ്സാ. ഞാൻ നിങ്ങളുടെ കാര്യമോ ചോദിച്ചത്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 4-ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി. പിന്നെ കെട്ടിക്കാൻ പ്രായമായ 2 സിസ്റ്റേഴ്സ്. അതിനിടയിൽ വളരെ കഷ്ടപ്പെട്ട ഞാൻ അവരുടെ ആഹാരവും കഴിച്ച് ജീവിച്ചു പോകുന്നത്. ഇവിടെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെ. അതിനുള്ള ലൈസൻസ് ഉണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നല്ല ജനറൽ നോളജ് ഉണ്ട്. ഓഹോ. എന്നാ ഈ കൊച്ചി രാജാവിന്റെ പേരെന്താ? ജോസഫ്. അല്ല, നമ്പൂതിരി. അല്ല സർ, ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. നെപ്പോളിയൻ. ഞാൻ പറഞ്ഞു. ഇയാളെന്ത് ചെയ്യുന്നു? BSc നഴ്സിംഗ് കഴിഞ്ഞു. IELTS എഴുതാൻ നിക്ക. എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? നാണമില്ലല്ലോടാ നിനക്കൊക്കെ. ഈ ചെറുപ്പത്തിന് തിളപ്പ് കഴിഞ്ഞ പിന്നെ എന്തിനു കൊള്ള? വെറുതെ ഉഴപ്പി നടക്ക. അധ്വാനിക്കണം, കഠിനമായിട്ട് അധ്വാനിക്കണം. എങ്കിൽ ഞങ്ങൾ പോയി അധ്വാനിക്കാം അങ്കിൾ. നീ എവിടെ ഇരിക്കും? നിങ്ങൾ പോ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ അങ്കിൾ. അതെ, വരണമെന്നില്ല. ഇവന്റെ പരീക്ഷ കഴിയുന്നവരെ ഒറ്റൊരുത്തരും കൂടെ വരണ്ട. ശരി. പിന്നെ അങ്കിൾ, നേരത്തെ പറഞ്ഞ കൊച്ചി രാജാവിന്റെ പേര് കിട്ടിയായിരുന്നു. സുനീഷ് വി, ശരിയല്ലേ? എവിടുന്ന് കിട്ടിയപ്പോ? ദാ ഇവിടുന്ന്. ഒന്ന് പോടാപ്പ. അത് തെറ്റാണെന്ന് തോന്നുന്നു. എടാ, ശരിക്കും ആൻസർ കിട്ടി. എന്താണെന്നറിയോ? കുഞ്ഞുമോൻ. അയ്യപ്പനാരെ, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയേ. 2 ദിവസമായി ആനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെ കിട്ടൂല. ദൈവമേ, ആചാര്യ ഭാര്യയുടെ കിഴി. അച്ഛനെ, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. മിണ്ടരുത്. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആചാര്യ ഭാര്യയുടെ. അയ്യപ്പനാരെ, ഇങ്ങോട്ട് ഇറങ്ങി വരികയെ. അല്ല, ആനയുടെ കാര്യം ഇന്ന് നടക്കും. മോക്കൊരു കാര്യം നോക്കണ്ടേ? പിന്നെ പറ്റിയ 2-3 കേസ് കെട്ട് എന്റെ കയ്യിലുണ്ട്. ഏത് വേണമെന്ന് വെച്ചാ പറഞ്ഞാ മതി. ഉദ്യോഗം, ബിസിനസ്, ഗൾഫ്. ഗൾഫ് വേണ്ട. വേണ്ട, ഗൾഫ് വേണ്ട. അല്ല, മോളുടെ നക്ഷത്രം എന്താ? കാർത്തിക. അല്ല, പേരല്ലേ വെച്ചേ? നക്ഷത്രം രണ്ടും ഒന്ന് തന്നെയാ. പേര് തന്നെ അവളുടെ നക്ഷത്രവും. അയ്യോ പാവം. അങ്ങനെ വരുന്നത് ഭാഗ്യാണ്. ഇതാരാ? നമസ്തേ. ആദ്യമായിട്ട് കാണുക അല്ലേ? നമസ്തേ. മോളെ അച്ഛനെ വിളി. അച്ഛാ, അച്ഛാ. അപ്പൊ ഇറങ്ങല്ലേ? അതെ. നോക്കൂ. ഓ, കഴിഞ്ഞു. ഒരു സ്ഥലത്തേക്ക് മുമ്പ് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ പുറകെ വിളിക്കരുതെന്ന്. എന്താന്ന്? ഒന്നുമില്ല. നടക്കണോ? എന്നാ വരട്ടെ. ഇനി പേര് എന്റെ പേര് പരശുരാമൻ. ഇവിടെ ആശാന്റെ കൂടെ ഞാൻ ഇതുവഴി വരാം. കൊള്ളാല്ലേ? അമിതാഭ് ബച്ചന്റെ പോസ്റ്റർ ഇറങ്ങുന്നില്ലേ? ഞങ്ങൾക്ക് എറണാകുളത്ത് ഇറങ്ങണ്ടേ. എറണാകുളം ഇത് നോർത്ത്. അയ്യേ, എറണാകുളം അറിയത്തില്ലേ? അറിയാവുന്നോണ്ടാ പറഞ്ഞത്. നോർത്ത്. എന്നാ ഈസ്റ്റ് പോട്ടെ.
ഈസ്റ്റ് വെസ്റ്റ് ഒന്നുമില്ല, ഇവിടെ വരെ ബസ്സുള്ളൂ. അയ്യോ, ഈ അമിതാഭ് ബച്ചൻ എവിടാ വരുന്നത്? അമിതാഭ് ബച്ചൻ ഇയാൾക്കൊന്നും അറിഞ്ഞൂടാ. അമിതാഭ് ബച്ചനെ അറിയില്ലേ? നിങ്ങൾ എവിടെന്നാ വരുന്നത്? കാക്കനാട് കാക്കനാട് നോർത്ത്. ആ, അമിതാഭ് ബച്ചൻ എറണാകുളത്ത് വന്നിരുന്നു. അത് 1 മാസം മുമ്പ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തു. അയ്യോ, അപ്പൊ നമ്മൾ 1 മാസമായി അവിടെ നിന്ന് ഇറങ്ങിയിട്ടല്ലേ? 1 മാസം മുമ്പുള്ള പേപ്പറാണ് നമ്മൾ കണ്ടതെങ്കിലോ? അതായിരിക്കും ശരി. ഈ ബസ്സിന് എപ്പോഴാ തിരിച്ചു പോകുന്നത്? ഇനി രാവിലെ ഉള്ളൂ, 5:30. ഓ, അപ്പൊ ഇതാണോ 5:30ക്കുള്ള വണ്ടി? ആ, ഇറങ്ങ. ഏതില് ഇറങ്ങാ? ഇതിലെ കഷ്ടമായി പോയി. അതെ, എല്ലാവരും ഒന്നിച്ച് നിക്കണേ, കൂട്ട് പിരിയരുത്. അയ്യോ, ഓടി വാടാ എന്റെ മോനെ തമ്പിയെ. എന്താ? എടാ, നീ കേക്കില്ലടാ ആനയുടെ ബഹളം. അവനെ പിടിക്കാൻ എന്റെ പൊന്നു മോനെ, നമ്മുടെ കഷ്ടകാലത്തിൽ അതിനെ കൊണ്ടുവന്നു. അയ്യപ്പൻ നായർ ആനോട് പറഞ്ഞയച്ചു കാണും. നമ്മൾ കാശ് മേടിച്ച് പറ്റിച്ച കാര്യം. അല്ലെങ്കിൽ പിന്നെ എന്നെ തന്നെ എന്തിനാണ് അത് പിടിക്കാൻ വരുന്നേ? അമ്മച്ചി, എനിക്കൊരു ഐഡിയ. ആന ചത്തോളും. എങ്ങനെ? ആന കൊലവിളി വിളിച്ച് നിൽക്കുമ്പോൾ ആനയുടെ തുമ്പിക്കൈന്റെ ഉള്ളിൽ ഉമ്മിരി കൊണ്ടിരുന്നു. എടാ വിവരം കെട്ടവനെ, അയ്യോ എന്റെ മാതാവേ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ. ആന ഇവിടെ കുട്ടിച്ചോറാക്കുന്ന തോന്നുന്നു. അമ്മച്ചി ആപ്പടെ വരണ്ടിരിക്കാന്ന്. ആ തള്ള കുറച്ച് വരണം. സംഗതി നമ്മുടെ അമ്മച്ചിക്ക് തന്നെയാണ്. ഇത്രയും കുരിശുള്ള തള്ള ഈ ലോകത്ത് കാണില്ല. എന്താ സംഭവം അറിയാം? നിന്റെ ചേർത്തിയമ്മ, അതായത് എന്റെ ഭാര്യ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടി ഇവിടെ നിർത്താൻ ആ തള്ള സമ്മതിച്ചിട്ടില്ല. അവിടെ കിടന്ന് പേടിക്കട്ടാ. വാതിലിന് വലിപ്പുണ്ടായിരുന്നെങ്കിൽ ആന ഞാൻ അകത്ത് കയറ്റനെ. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അത് വയൽ ബസ്സിന് വല്ലതും വലിച്ചൊളിച്ച് നിന്നായിരിക്കും വന്നിരിക്കുന്നത്. മനസ്സിലായി. അതിന് നിങ്ങൾ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് 5 മണിക്ക് മുമ്പ് ഗ്യാസ് എത്തിച്ചെന്നാ പോരെ. നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഉറപ്പ്. കൊച്ചേത് എത്ര മാസം? അല്ല, ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര മാസമായെന്ന്? ഞാൻ ഗോഡൌണിൽ നിന്ന് പോയിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് പരിപാടികൾ? കൊള്ളാം. കുറെ കംപ്ലൈന്റ്സ് ഞങ്ങൾ തീർത്തു. 2 റൂട്ടിലല്ലേ ഇന്ന് കറങ്ങിയത്? ഒറ്റയടിക്ക് എത്ര വീടുകൾ കയറി ഇറങ്ങിയെന്നറിയാമോ? എവിടെ? നിങ്ങളെ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. അതല്ലേ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഞാനത് സമ്മതിച്ചത്. അവനെന്തേ ആ കൊശവൻ? കൊല്ലത്തും കൊയിലാണ്ടിയിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫോറിൻ ആണെന്ന് പറഞ്ഞ് വിറ്റ് നാട്ടുകാരെ കളിപ്പിക്കാൻ പോയിരിക്കുക. കള്ളൻ തെണ്ടി. നിങ്ങൾ എന്തോന്നിരിക്കുക? അഡീഷണൽ സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് ഇന്നലെ കൊണ്ടുവരാതല്ലേ പറഞ്ഞത്? ലോഡ് ഇന്നാ വന്നേ, നാളെ എത്തിക്കാന്ന് മാസം 2 പറയാൻ തുടങ്ങിയിട്ട്. ആ മാസക്കുട്ടി അവൻ തെണ്ടി എവിടെ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ. ഈ നാട്ടിൽ വേറെ ഏജൻസീസ് ഉണ്ട്. സാർ മര്യാദയ്ക്ക് സംസാരിക്കണം. താനാരാടോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ? ഞാൻ ആരാണെന്ന് അറിയാമോ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാൻ ഒന്നുമല്ലല്ലോ. ഗ്യാസ് നാളെ തല്ലേ. ഓ, താനാരാ? ഗഡിഫലോ. പിന്നെ സായിപ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. ആദ്യം അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? താൻ പോ. തനിക്കെന്നെ അറിയില്ല. ഞാൻ വിചാരിച്ച ഇന്നീ കട പൂട്ടിക്കും. വെലപ്പാ, എന്തോ ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ഇല്ല. ഇങ്ങേരാണ് ഈ സിറ്റിയിലെ കടകളൊക്കെ പൂട്ടിക്കുന്നത്. നമസ്കാരം. ആ പൂട്ടൊന്നും എടുത്തോട്ടെ. താൻ പോടോ. അങ്ങാടിപ്പാട്ട് ഇതെന്തുവാ? 60 വയസ്സായി തള്ളലൊരു കുട്ടിക്കളി. റഹ്മാനാ?
ആവൂ എന്റെ എലിസബത്തെ, അലഞ്ഞ് ഞാൻ തളർന്നു. ഇതൊരു വക കൊലച്ചോറാണ്. എനിക്ക് വയ്യ. വിശ്രമം എന്ന് പറയുന്നത് മരുന്നിന് പോലും ഇല്ലാന്ന് വെച്ചാ എന്തൊരു കഷ്ടമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഓ പിന്നെ നിങ്ങളുടെ തള്ളയുടെ തെറിയും വഴക്കും കേട്ട് അവർക്ക് വെച്ചു വിളമ്പി കൊടുക്കുന്ന അത്രയും ദുരിതപ്പാട് വരൂല്ലേ എത്രയൊക്കെ ആയാലും. നാശം പിടിക്കുന്നത് പതുക്കെ പറ. എന്താടി നിന്റെ മുഖത്ത് കടന്നു നോക്കി? എന്റെ ഔസപിതാവേ, എന്റെ നിത്യസഹായ മാതാവേ, ഈ കാലമാടൻ എന്നെ ചതിച്ചു. ഈ കാലമാടൻ എന്നെ ചതിച്ചേ. അയ്യോ, തൊള്ളവർക്കാരുടെ ചവി നിനക്ക് എന്താ പറ്റിച്ചെടുത്താൻ കൂടിയോ? രാത്രി ഞാൻ അടുത്ത് വരുമ്പോ വല്ലാത്ത ക്ഷീണമാണെന്നും പറഞ്ഞ് ഒന്ന് ഉറങ്ങട്ടെന്നും പറഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന ദുഷ്ടന്റെ കയ്യിലിരിപ്പ് ഇപ്പോഴല്ലേ പിടികിട്ടിയത്? സാക്കി വിട്ടുകൊണ്ട് ദിവസേന ലോകം ഭരിക്കാൻ ഇറങ്ങുന്നത് ഇതിനായിരുന്നു നിന്റെ ചീത്ത സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. കർത്താവേ, അയ്യോ എന്നെ ചതിച്ചേ. അയ്യോ കർത്താവേ, അയ്യോ എന്നെ ചതിച്ചേ. നോക്ക് നോക്ക്, കണ്ണൂർന്ന് നോക്ക്. പുന്നാരം കൊണ്ട് തിരുവിളയാട്ടം കണ്ടോ? ഒന്നല്ല രണ്ട്. കണ്ണൂർന്ന് നോക്കണല്ലേ. എന്താണ് കാര്യം? കുന്തം. ഇതിൽ പറയാൻ എന്തോ കാര്യം ഇരിക്കുന്നു? നാഴിക്ക് 40 വട്ടം എന്നെ എന്റെ വീട്ടുകാരെയും പഴി പറയുന്ന നിങ്ങളും നിങ്ങളുടെ മോനും കൂടെ എന്നെ ചതിക്കായിരുന്നു. കിടന്ന് തൊണ്ണു കിടക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടി. കാണും, നല്ലോണം കാണും. പുന്നാരം മോന്റെ യൂണിഫോമത്തിനകത്ത് നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചിരുന്ന അയ്യോ കണ്ട സുന്ദരി കോതകളുടെ ഫോട്ടോ ഒന്നല്ല 2 എണ്ണം. എന്റെ ദൈവമേ, എനിക്കിങ്ങനെ ഒരു കളിപ്പേര് പറ്റിയല്ലോ. കൊള്ളാവുന്ന എത്ര സ്ഥലത്തും എന്നെ ആലോചിച്ചതാ. ഞാനതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഈ മറക്കൊന്നെ പുറകെ ഇറങ്ങി തിരിച്ചിട്ട് എന്റെ ദൈവമേ. ഇങ്ങോട്ട് മാറി നിൽക്കടാ, ഇങ്ങോട്ട് മാറി നിൽക്കടാ. അമ്മേ, ഞാൻ സമാനൊരു അക്ഷരം മിണ്ടരുത്. മാറി നിൽക്കടാ. സത്യം പറഞ്ഞില്ലെങ്കിൽ അരിഞ്ഞ് നിന്നെ ഞാൻ ചീഞ്ചക്കിലിട്ട് പറക്കും. ആരാ വെച്ചത് പറയടാ. അയ്യോ അമ്മേ, മനസ്സാ വാചാ നിങ്ങൾ കരുതുന്നൊരു കേസല്ല ഇത്. ആ കിടന്നുരുള്ളാതെ സത്യം സത്യമായിട്ട് പറഞ്ഞോ, അതാ നിനക്ക് നല്ലത്. ഭ്രാന്താശുപത്രിയിൽ ചാടിപ്പോന്ന 2 പെൺപിള്ളേരാ ഇവര്. ഏതാണ്ട് വലിയ കുടുംബത്തിൽപ്പെട്ട പിള്ളേരാ. കംപ്ലൈന്റ് കിട്ടിയിട്ട് ഇന്ന് മുഴുവൻ ആ നാശങ്ങളെ തേടി അലയായിരുന്നു. എങ്ങനെയെങ്കിലും അവറ്റെ പിടിച്ചു കൊടുത്താ വല്ല പ്രമോഷൻ തടഞ്ഞാലോ എന്ന് കരുതിയിട്ടാ. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത് നേരാണെന്നുള്ളത് എന്താണ് തെളിവ്? ആ ഭ്രാന്താശുപത്രി പോയി അന്വേഷിക്കേ. അപ്പോഴേ മുന്നും പിന്നും നോക്കാതെ ജോലി ജോലിയെന്നും പറഞ്ഞ് കണ്ട വെയിലത്ത് മുഴുവൻ കിടന്ന് അലഞ്ഞിട്ട് ഇരിക്കുന്ന കോലം കണ്ടില്ലേ? ആളങ്ങ് പകുതിയായിപ്പോയി. ഇങ്ങോട്ട് നോക്കി. നാളെ മുതലേ കാലത്ത് പോകുമ്പോ ഒരിടങ്ങഴി പാലും 2 മുട്ടയും കഴിച്ചിട്ട് പോയിക്കോ. എന്നാ തൽക്കാലം ഇത് കുടിക്ക. ഓ, ഇങ്ങനെ നോക്കാതെ എനിക്ക് പേടിയാവുന്നു. കുടിക്ക. അവളുടെ ഒരു പഞ്ചാരവാക്ക്. എന്റെ കർത്താവെ, എന്റെ ഈ ചെറുക്കനെ കുറിച്ച് ഇവളെന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞിട്ടുണ്ടാക്കിയത്. എടി, നീ എന്താ വിചാരിച്ചേ? നിന്റെ വീട്ടുകാരെ മാരിയാണ് എന്റെ ചെറുക്കൻ വിചാരിച്ച? അവന് ഞാനാടി വളർത്തിയത്. അതേ, ഞാൻ പറഞ്ഞെങ്കിൽ സ്നേഹ കൂടുതലുണ്ടല്ലോ എന്റെ ദണ്ണം കൊണ്ട് പറഞ്ഞതാ. അതെന്റെ കെട്ടിയവനങ്ങ് സഹിച്ചു. തള്ളാടെ പാട് നോക്ക്. അധിക പ്രശ്നം പറയുന്നു, അഹങ്കാരി. പ്രായമായി കെട്ടിയവന്റെ തള്ളയാണെന്നൊന്നും ഞാൻ നോക്കിയല്ലേ പറഞ്ഞേക്കാം. നീ നോക്കണ്ടടി. തുടങ്ങി പിശാചുക്കൾ. അച്ഛൻ എവിടെയൊക്കെ നോക്കിട്ടാ ഇത്രയ്ക്ക് ലക്ഷണോത്തര ആനയെ കിട്ടിയെന്നറിയോ? ഇനിയിപ്പൊ നിനക്ക് സുഖവാ. ടൈപ്പിന് പോകുമ്പോ അച്ഛൻ്റെ കൂടെ ആനപ്പുറത്ത് പോകുമല്ലോ. പോകുമ്പോ നിന്നെയും കൂടെ കൊണ്ടുപോവാ. എന്താ പോരെ? ദാ വരുന്നുണ്ടല്ലോ. ആ, ആനയെ കൊണ്ടുവന്നെന്നറിഞ്ഞപ്പോ പട്ടയം കൊണ്ടാ വരവ്. വാ, നമുക്ക് അകത്തേക്ക് പോവാം. നിന്നെ നിക്കാൻ കഴിക്കാൻ പോകുന്ന ആളല്ലേ, പിന്നെന്താ ഒഴിഞ്ഞു മാറോ? ഒത്തിരി കഴിക്കും. അന്ന് എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാഷ തല്ലിയില്ലേ, അന്നേ ഞാൻ വെറുത്തതാ. സംസ്കാരമില്ലാത്ത ജന്തു. നീ ഇതെങ്ങനെ അറിഞ്ഞെന്റെ വാസുവേ? ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയില്ല അമ്മായി. അല്ല, അവളെന്താ എന്നെ കണ്ടപ്പോ അകത്ത് കയറി പോക്കോന്നെ? അവിടെ കൂടെ ആ സുഗറ ഉള്ളത് കൊണ്ടായിരിക്കും. നോക്കൂ നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. ഇത് കണ്ടോ? ആനയും കൊണ്ട് വരണേന് മുമ്പേ പട്ടയം കൊണ്ട് വാസു ഇങ്ങെത്തി. ആനക്ക് എന്തൊക്കെയാ അമ്മാവ തീറ്റ? സിമെന്റും കമ്പിയും.
ആനക്ക് എന്താ തീറ്റ വേണ്ട വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നീ നിന്റെ പണി നോക്കി പോട ചെക്ക. ഇതെന്താ ഇങ്ങനൊക്കെ പറയണേ? ഒരാന വന്നപ്പോഴേക്കും എല്ലാരും കണ്ടുകൂടണ്ട. എല്ലാവരും എനിക്ക് കണ്ടുകൂടാണ്ടായിട്ടില്ല, ഇവൻ എനിക്ക് കണ്ടുകൂടാ. അല്ലെങ്കിൽ ഇവൻ പറയും അമ്മാവന്റെ ആനയെ നോക്കാൻ നിന്നിട്ടാ ഇവന്റെ കച്ചവടം പൊളിഞ്ഞു എന്ന്. എന്തായാലും ഇവന്റെ കച്ചവടം പൊളിയും. എനിക്കറിയില്ല ഇവൻ ആരാന്ന്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതിന് ചേർന്ന പോലെ നീയും നോക്കൂ നോക്കൂ. നീ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ? ആ ഇവിടെ വരെ വണ്ടി ഞങ്ങൾ കണ്ടു. എന്റെ കാർ എങ്ങോട്ട് പോയി? ഇവിടെ വെച്ച് കാറിന്റെ ട്രാക്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അല്ല, അത് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവിടെ നിന്ന് എവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കാവോ അവിടെയൊക്കെ ചെന്ന് അന്വേഷിച്ചാൽ പാർട്ടിയെ കണ്ടുപിടിക്കാം. താനൊരു കാര്യം ചെയ്യ്. ഞാൻ ഒരു ചരട് കൊണ്ടുവരാം. താൻ അതിന്റെ അറ്റം പിടിച്ച് ഇവിടെ ഇരിക്കും. ഞാൻ അതിന്റെ മറ്റേ അറ്റം പിടിച്ച് ഈ ലോകം മുഴുവൻ ചുറ്റി കറങ്ങിയിട്ട് വരാം. ഏതായാലും കാറ് കണ്ടു, അതിനകത്ത് ആളെയും കണ്ടു, ഇത്രയും ദൂരം ഓടുകയും ചെയ്തു. അതിനിടയ്ക്ക് ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാമായിരുന്നു. നോട്ട് ചെയ്യണമെന്ന് കരുതിയാ സാറേ. എന്നിട്ടോ? അല്ല, ഞാൻ ഈ വെപ്രാളത്തിന്റെ ഇടയിലേ ഞാനതങ്ങ് മറന്നുപോയി സാറേ. മറന്നു? ആട്ടെ, വണ്ടിയുടെ വെള്ളയാ? വെള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വെയിലത്താണല്ലോ വന്നത്. അപ്പൊ ഒരു ഇളം പച്ച നിറത്തിലുള്ള ഒരു ഇളം നീല, അതായത് ചുമപ്പ്. അതെ. നാണുകുട്ടനായേ, നല്ല എണ്ണക്കല്ലേ സാറേ? അയ്യോ, എന്നെ കൊന്നേ. ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ ഓർത്തോ? അവന്റെ ഒരു ഒടുക്കലത്തെ ഐഡിയ. ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാനിപ്പോ നാട്ടുകാരുടെ മുമ്പ് പ്രാന്തനായിട്ട് അഭിനയിക്കണം. ഇതിലും ഭേദം അങ്ങ് പട്ടാളത്തിലായിരുന്നു. മടുത്തു. ദേവരുമാരി ചൊറിയുന്ന വർത്താനം പറയരുത്. ഇതെന്റെ അവസാനത്തെ കത്താണ്. എന്നെ രക്ഷിക്കണം, ഞാനിപ്പോ ചാവും എന്നൊക്കെ നീയല്ലേ എനിക്ക് എഴുതിയത്. ഉത്സവ സീസണാ, 10 ചക്രം ഉണ്ടാക്കേണ്ട സമയം. അതും കളഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മടുത്തെങ്കിൽ പഞ്ചാബ് അല്ലേ ഏത് പൂപ്പോ. അസുഖം മാറിയാൽ ഉടനെ അങ്ങ് തിരിച്ചു ചെല്ലണം. സിക്ക് ലീവ് തീരാൻ പോവാ. ഞാൻ ഈ കാണിച്ചത് മുഴുവൻ വെറും വേഷം കെട്ടലാന്ന് അറിഞ്ഞാലേ പട്ടാളം അകത്തു പോവും. അകത്ത് പൊയ്ക്കോ. പട്ടാളത്തിലും പോകാൻ വയ്യ, നാട്ടിൽ നിനക്ക് പ്രാന്തനായിട്ടും ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ കഷ്ടമാണ്. ആ കുറുപ്പിനിട്ട് 2 എണ്ണം കൊടുക്കണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാന്ത് അഭിനയിച്ചിട്ടാണെങ്കിൽ നീ അത് ചെയ്തല്ലോ. ഇനി എനിക്ക് ആരെയതല്ലോ ഡെസ്സെയ്യത്തല്ലോ. ഇല്ലത്തേക്ക് വരൂ, നീ വരൂ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് രണ്ടിനും ഞാനൊരു ഡിറ്റക്റ്റീവിനെ പോലെ വാച്ച് ചെയ്യുകയായിരുന്നു. കളയുമോ? അങ്ങനെ കള്ളസൂക്കേടും പറഞ്ഞ് പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖിക്കാമെന്ന് വിചാരിക്കണ്ട. അതിനുള്ള വകുപ്പ് ഈ കുറിപ്പുണ്ടാക്കി തരാം. ആരെങ്കിലും അറിഞ്ഞാൽ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ വിവരം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും. അവരവിടെ നിന്ന് പട്ടാള ക്യാമ്പിൽ മെസ്സേജ് കൊടുത്തോളും. ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് നിന്നെ പിടിച്ച് അകത്താക്കിയില്ലെങ്കിൽ നീ എന്നെ കുറുപ്പേന്ന് വിളിച്ചോടാ. പരട്ടെ കുറുപ്പേ. ഇതാ വരുന്നു കൊച്ചിയുടെ സ്വന്തം പുലി. പറഞ്ഞൊന്നും മനസ്സിലാവരുത്. ഇതാ വരുന്നു കൊച്ചിയുടെ സ്വന്തം പുലി. കേക്കു കേക്കു കേട്ടോണ്ടേയിരിക്കും. മിക്കവാറും ചുമച്ച് ചാകും ഞാൻ. ഹലോ, എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് മോളിന. മോളിന്നോ താഴെന്നോ? അതുപോട്ടെ, ചേച്ചിയുടെ ഭർത്താക്കന്മാർ അല്ല ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഹലോ, ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തെ? ചേച്ചി എന്താ ഫുള്ള് വലിയുന്നത്? ഇതെന്ത് പറ്റി അവൻ സ്വയം സംസാരിക്കുന്നത്? ഇത് തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം. കുട്ടിക്കൊരങ്ങന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും. സൽമാൻ ഖാന്റെ സിനിമ കാണുമ്പോ സൽമാൻ ഖാൻ ആവാൻ തോന്നും. ക്രിക്കറ്റ് കളി കാണുമ്പോ സച്ചിൻ ടെണ്ടുൽക്കറും. ഒന്നിൽ ഉറച്ചു നിക്കില്ലെന്നേ. പഠനത്തിന്റെ ഇടയിലാ 100 കൂട്ടം കാര്യങ്ങള്. പത്മ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയണം, ഇതൊന്നും വേണ്ടാന്ന്. നീ ഇതെന്തിനുള്ള പുറപ്പെടാൻ മോനെ? പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ട നീ കുട്ടിക്കുരങ്ങന്മാരെ പോലെ ഓരോരോ പരിപാടികളിൽ ചെന്ന് ചാടരുത്. പഠനത്തിനിടയിലാണോ 100 കൂട്ടം കാര്യങ്ങൾ? ഇത് ആര് പഠിപ്പിച്ചെന്ന് വൃത്തികെട്ട ഡയലോഗമ്മ. ഒരു ഫ്ലോ ഇല്ലല്ലോ. അല്ല ആശാന്റി, എന്റെ പൊന്നൈശാന്റി, ഒന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. അമ്മ മോഡേൺ ആയിട്ട് ചിന്തിക്കേ ഇല്ല. ലോകത്തെ എല്ലായിടത്തും 18 വയസ്സ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ജോലിക്ക് പോവാം, ഇഷ്ടമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കും. ഈ രാജ്യം മാത്രമാണ് ഇങ്ങനെ. എന്റെ പൊന്നാന്റി, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തം കാലില്. അതെ, ഈ യൂറോപ്പിലും അമേരിക്കയിലുള്ള പിള്ളേരൊക്കെ എങ്ങനെയാന്ന് വിചാരിക്കും. അവര് ജോലിക്കൊപ്പം പഠനമല്ലേ, ഏൺ വൈൽ യു ലേൺ എന്നല്ലേ. ആന്റിയുടെ മോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ. ആണോ? ട്യൂഷൻ എടുത്തിരുന്നില്ലേ അമ്മ? ട്യൂഷൻ പോലെയാണോ ഇത്? പിന്നല്ലാതെ. 2 മണിക്കൂർ ജോലി, പിന്നെ ബാക്കി ഫുൾ ടൈം എടുത്ത പഠനം. അങ്ങനെ ജോലിയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോയി ഞാൻ കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മാതൃകാ പുരുഷനാവും. എ മോഡൽ യങ് ബോയ് ഓഫ് കേരള. അതിനുവേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ ചിലപ്പോൾ സഞ്ചരിച്ചെന്നിരിക്കും. ഒരു ഭ്രാന്തനെ പോലെ എനിക്ക് ഒറ്റക്കാലിൽ നിൽക്കണം. ഒറ്റക്കാലിലോ അല്ല, സ്വന്തം കാലിൽ. അയ്യപ്പൻ ആശാൻ പേടിക്കാണ്ടിരിക്കെ. ഓഫീസിൽ ജപ്തി നോട്ടീസ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ. ഓഫീസിൽ വെറുതെ ഇരിക്കുമ്പോ ഓരോന്ന് എടുത്ത് അയച്ചിട്ട് മനുഷ്യൻ ഇറങ്ങാനാക്കല്ലേ. ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല.
മൂന്നാമത്തെ നോട്ടീസാ. സർക്കാർ കാര്യമല്ലേ, എത്ര നോട്ടീസ് വേണമെങ്കിലും വന്നോട്ടെ, നമുക്കൊരു തടയിട്ട് കൊടുത്ത പോലെയാണ്. ഇയാൾ എന്ത് കൊരങ്ങളി ഈ കളിക്കണേ? അല്ലാശാനെ, നമുക്ക് തഹസിൽദാർക്ക് കുറച്ച് രൂപ കൊടുത്താലോ? അതിന് അയാൾ കാശ് മേടിക്കോ? അയാള് നേരിട്ട് വാങ്ങിക്കില്ല. അയാളുടെ അനിയൻ തമ്പിക്കുഞ്ഞിന്റെ കൊണ്ടുകൊടുത്ത കാര്യം നടക്കും. അത് ശരിയാ. അയ്യപ്പനാശാൻ ഒരു 500 രൂപ ഒപ്പിച്ച് എന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. 500 രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? എവിടെ നിന്ന് ഉണ്ടാക്കിയാൽ പറ്റൂ, അല്ലെങ്കിൽ ആനയായിട്ട് അവര് പോവും. ആഹാ, ഇതേ വലിയ ശല്യായിട്ട് ഇവിടെ ജീവിതം വഴിമുട്ടി വെക്കുക. ഞാനിവിടെ സംസാരിച്ചപ്പോ ഇത് അത് അറിയാതെ അറിയാണ്ട് പാടൂ. എനിക്കറിയാം തെറ്റിദ്ധാരണകളൊക്കെ മാറി അളിയൻ എന്നെ ആളയച്ച് വിളിപ്പിക്കുമെന്ന്. അന്ന് എന്നെ ഇറക്കി വിട്ടപ്പോ ഞാൻ അളിയന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. ഒരു ഗ്ലാനി. ഡോൺ വറി, എനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിഷമവും ഇല്ല. സുമേ അതങ്ങ് കൊടുത്തേ. അയ്യോ, ചായ വേണ്ട പെങ്ങളെ, ഞാൻ മിൽമയെ കുടിക്കുന്നു. പെങ്ങൾക്ക് അറിയില്ലേ? അങ്ങോട്ട് വാങ്ങിച്ചോ. താങ്ക്സ്. എന്നെ നോക്ക്. എത്രയുണ്ട്? 500 രൂപ ഉണ്ട്. ആ, അതിരിക്കട്ടെ. റസൂലി കാശുണ്ടോ? കാശല്ലേ ഇരിക്കുന്ന അളിയാ? അതിരിക്കട്ടെ, അതാ പാല് കച്ചവടക്കാരി തള്ളക്ക് കൊടുക്കാനുള്ളതാ. എന്റെ പേരും പറഞ്ഞ് അവരുടെ വാങ്ങി 500 രൂപയെ അടുത്ത വണ്ടിയെ കയറുക, ഇന്ന് തന്നെ ഇതുകൊണ്ട് അവരുടെ കൊടുക്കുക. പാല് കച്ചവടക്കാരി തള്ളക്കോ? അയ്യോ, ദേ ഒരുപാട് ജാട കാണിക്കരുത്. പശുവിനെ വാങ്ങിക്കാൻ ലോൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് താൻ അവരുടെ 500 രൂപ വാങ്ങിച്ചില്ലേ? അത് ഒന്ന് ദേ ഒറ്റ പിടവച്ചെന്നാലുണ്ടല്ലോ, പൂക്കൃത്രം കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? അവന്റെ ഒരു കണ്ണടയും കോട്ടും കോപ്പും മുക്കുകൊണ്ടവും പറ്റിപ്പോയി. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ രൂപയാ. മുഖ്യമന്ത്രിയുടെ ശമ്പളം അല്ലാതെ എനിക്ക് തേങ്ങാ വീട്ടി വരുവാനൊന്നുമില്ല. നിങ്ങള് അറിഞ്ഞു അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. മോങ്ങാതെ മാറിക്കണു. ഇനി ഇത് ആവർത്തിച്ചാൽ അറിയാലോ ആഭ്യന്തര വകുപ്പ് എന്റെ കയ്യിലാണെന്ന്. അകത്താക്കി ഇടിച്ചൻ സൂപ്പായിക്കും. വിട്ടോണം ഇപ്പൊ തന്നെ. ഇനി തലസ്ഥാനത്തെങ്ങും കണ്ടുപോകരുത്. നിങ്ങള് ഈ കാശ് തള്ളക്കി കൊടുക്കണം. വണ്ടിക്കൂലിക്ക് കാശില്ല. നടന്നു പോകാൻ പറ്റുമോ? നടന്നു പോയാ മതി. ഉച്ചയ്ക്കൊരു അരികു പറ്റി നടന്ന പാതിരാത്രിക്ക് മുമ്പ് വീടെത്താം. നടന്നേ പോകാവേ. അല്ലാതെ എന്റെ പേരും പറഞ്ഞു വല്ല പ്രൈവറ്റ് ബസിന്റെയും കമ്പിയെ തൂങ്ങിയെന്ന് അറിഞ്ഞ പിന്നെ ആഭ്യന്തര വകുപ്പ് വേണ്ട, ഞാൻ മതി. നടന്നു പൊക്കോളാം. ആ, വിട്ടോ വിട്ടോ. ഒരരികു പിടിച്ചു പോണേ. ആ, ഇതകത്തോണ്ട് പോയി കുഴമ്പക്കെടുത്തോ? ആ, കൊണ്ടു. അരപ്പ് കഴിഞ്ഞേ നമസ്കാരം. നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞേ. ഇവര് മുഴുവൻ വട്ട. അങ്ങനെ അങ്ങ് പേടിച്ചാലോ? കത്തി താഴെ കയറിപ്പോടാ. കത്തി താഴെടാനോ? വെട്ടി വെട്ടി നീ പോലീസുകാരന്റെ വാഴ വെട്ടിയല്ല. എന്നെ കൊണ്ട് നീ ലാത്തി എടുപ്പിക്കരുത്. പോലീസുകാർ
ഒരേ AK-47 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാച്ചനെ. വാഴവെട്ട് കാതലിക്കുത്തി, വാഴവെട്ട് കാതലിക്കുത്തി. നമസ്കാരം. എവിടാ പീറ പോലീസ്? അവന്റെ കൊറലുമാനെ എന്താ ഇത്? ഇങ്ങനെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. നാട്ടുകാരോട് കളിക്കാനും കയറിയിരിക്കുക, അവരെടുത്തിട്ട് പെരുമാറും. എന്താ Stop, yeah. Come on, Dad. Come on. Hey, my son. How is my coat? Britas, grand അല്ലേ? ഇതാണോ ഗ്രാൻഡ്? ഈ നല്ല കോട്ടിനകത്ത് എന്തിനാ വെറുതെ പാറ്റ ഗുളിക എടുത്തിട്ടിരിക്കുന്നത്? അതാ ഈ സ്മെല്ല്. ഇത് ഹിറ്റ്. പാറ്റ കൊല്ലാനുള്ള മരുന്നാ. ഇത് പുറത്തടിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണോ ഞാൻ അടിച്ചത്? കണ്ടില്ലേ, ബിഗ് പാറ്റ. പിള്ളൻ സാഹിബ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പാറ്റയോ? നോ, ദിസ് കോട്ട്. ഓഹോ, അദ്ദേഹത്തിന്റെ മകനെ ഒരുപാട് കാലം ഞാൻ നോക്കിയിട്ടുണ്ട്. 1976-ലല്ലേ? എന്നാ ഓട്ടോയിലേക്ക് കയറ്. ഗ്ലാഡിസ്, ഡോറ, ഡെറി, come get it auto. വെഡിങ് തുടങ്ങും, ഫുഡ് ഫിനിഷ് ആവും. ഓ, you have money for auto? I don't have. ഓ, മറന്നുപോയി. ദാ ഇത് കല്യാണത്തിന് കൊടുക്കാനുള്ളതാ. ഓ, ഇത് 250 ഉണ്ടല്ലോ. 50 ഞാൻ എടുത്തോട്ടെ for my expense. വേണ്ട. ദാ ഇത് 50 രൂപയുണ്ട്. സൂക്ഷിച്ച് ചെലവാക്കണം. കുറെ കാശ് കിട്ടിയെന്ന് കരുതി വെറുതെ അറമാദിക്കരുത്. Thank you, my sweet. Okay. Come. Bye, my son. Come on, quick. Don't waste time, you know. മമ്മ ഫുഡ് റെഡിയാണോ? യെസ്, കഞ്ഞിയുണ്ട് ആൻഡ് ചമ്മന്തി. പ്രോൺസ് പൗഡറും ഉണ്ട്. ഓക്കെ. അതെന്താ ഈ പ്രോൺസ് പൗഡർ എന്ന് പറഞ്ഞാല്? ചെമ്മീൻ പൊടി. ഓ, നോ. Poor fellow. Go. ഇങ്ങനെയല്ല പറഞ്ഞാലോ മാത്തുക്കുട്ടി, നമ്മള് പരിചയക്കാരല്ലേ? ജപ്പാനാ സാധനം, ഒറിജിനൽ. രൂപയൊക്കെ ഞാൻ പിന്നെ തരാം, ഇതെനിക്ക് വേണം. ഇതൊക്കെ മാറ്റി പിന്നെ അങ്ങ് ഫിറ്റ്. എങ്ങനെയുണ്ട്? അല്ല, വിറ്റപ്പോ നമ്മളെ കടലിനകത്ത് തരാ ബോർഡിംഗ് കച്ചവടം. ഞാൻ വെറുതെ എടുത്തു നോക്കിയതാ. എന്തെടുത്ത് നോക്കണേ? എടാ, അട്ടനെ പിടിച്ച് മെത്തേക്ക് എടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. മനസ്സിലായോ? നമുക്ക് ഈ തുണിക്കച്ചവടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അന്ന് പറഞ്ഞ പിന്നെ ഞാനിത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തതാ. ഇപ്പൊ ഡയറക്റ്റ് അലയം വന്നപ്പോ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാ, ഗിഫ്റ്റൊക്കെ ആയിട്ട്. ആ ഉണ്ണിനും വേലപ്പനും കണ്ടില്ലല്ലോ. അവരെവിടെയെങ്കിലും ഊരുറ്റാൻ പോയി കാണും. സമയം 11 ഞാൻ ലോഡ് ഏറ്റിട്ട് മണിക്കൂർ 2. ഇങ്ങനെ ആയാലും ചെയ്യും. താൻ തന്റെ ജോലി ചെയ്താൽ മതി, അവരുടെ കാര്യം നോക്കണ്ട കേട്ടോ. എടാ, അവര് വന്നേ പിന്നെ എനിക്കൊന്ന് സ്വസ്ഥായിട്ട് കിടക്കാൻ പറ്റേ. താൻ വായി നോക്കി ലിസ്റ്റ് വാങ്ങി നോക്കണോ? അല്ല, മോനെ മാത്തുകുട്ടി, ഇങ്ങോട്ട് വേണോ അല്ലേ? അത് നോക്കട്ടെ. കച്ചവടം കൂടുതൽ ഇവിടെ വേണ്ടെന്ന് പലതവണ പറഞ്ഞിട്ടില്ല എന്നോട്. ഒന്ന് തുറന്നോട്ടെ. വാ. വേണ്ട, തോളെ കയറല്ലേ. ഇതാണ് നമ്മുടെ ബെഡ്. നമ്മുടെ അല്ല, നിമ്മടെ. എന്തേ?
അത് വേണ്ട. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ആ, ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. കൃഷ്ണൻകുട്ടി, ബെന്നി, BNNY, കേശു, കേശവൻ. ഞാൻ മിലിറ്ററിയിലായിരുന്നു. നമ്മുടെ പേരെന്താ? ഗാനലോക വീഥികളിൽ വേണൂതുമാട്ടിടയൻ. വേണു. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോക വീഥികളിൽ വേണൂതുമാട്ടിടയൻ. പ്രാണസഖി ഞാൻ എങ്കിലും എന്താ ഗാനമേളയോ അതോ ഗാന ബഹളോ? എല്ലാവരും അവരുടെ ബെഞ്ചിൽ കിടക്കണം. ഗോ. റോഡ് ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ മനുഷ്യനെ ഓട്ടോ പിന്നെ എവിടെയും കയറുമല്ലോ. ഇവിടെ നോക്കിക്കൊണ്ടുപോകണോ വണ്ടി? അയ്യോ, എന്തെങ്കിലും പറ്റിയോ? അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ. എന്റെ ദൈവമേ. സോറി, പോട്ടെ. സോറിയോ? എന്റെ കോളർ ബോർഡില് എന്നെ ആശുപത്രി കൊണ്ടുപോ. അയ്യോ, അതിന് വണ്ടിയൊന്നും ഇല്ലല്ലോ. ഈ വണ്ടിയൊക്കെ അറിയാൻ പറ്റൂലേ? എന്നെ കയറ്റി എന്നെ ആശുപത്രി കൊണ്ടു. എന്റെ ബ്ലഡ് എല്ലാം പോകും. നിങ്ങൾ എന്നെ കൊന്നേ ഇറങ്ങുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? എന്നോട് പിടിക്കാൻ പറ. എന്നെ പിടിച്ചോ? റിപ്പയറിന് വന്ന കാറ് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചോ പോട്ടെ. അതിടിച്ച് പപ്പടമാക്കിയതിന് ആര് ഉത്തരം പറയും? മനപ്പൂർവ്വം ഇടിച്ച് പപ്പടമാക്കിയതല്ലോ ഗുരുവേ. വണ്ടി സ്റ്റാർട്ടാക്കാൻ തള്ളിയപ്പോ ഒരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം? ആ കാർ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയാമോ? അറിയാം, വല്ല ആക്രിക്കടയിലും കാണും. അല്ല, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ, അതെപ്പ കൊണ്ടുപോയി? പോടോ. ഡോക്ടറോട് ഞാൻ എന്ത് സമാധാനം പറയും? അയാൾ സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടുനടന്ന കാറായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കാൻ പറ്റിയ സാധനം. ശവപ്പെട്ടിക്ക് 4 ടയർ. ഒരിക്കൽ ഭ്രാന്ത് വന്ന് ആശുപത്രിയിലായി. അവിടുന്ന് ഭേദമായി തിരികെ വന്ന് എന്റെ കയ്യും കാലും താങ്ങി ഒരു പണി കിട്ടിയപ്പോ വീണ്ടും തുടങ്ങി എനിക്ക്. ഇനി ഇവിടെ പണിയില്ല, ഒരു കുന്തമില്ല. പോണം. പണിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? ഇവിടെ വേറെയും വർക്ക്ഷോപ്പുകളുണ്ട്, അത് ഓർത്തോ. 5-6 കൊല്ലം പാട്ടയും ചുരണ്ടി ഇവിടെ ഇരുന്നില്ലേ? ഈ കൃഷ്ണൻ വന്ന ശേഷമാണ് ഈ വലിയ കെട്ടിടവും കോപ്പും ഒക്കെ ഉണ്ടായത്. ഇവിടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നും ഇല്ലല്ലോ അടിച്ചു മാറ്റാൻ. ആരെങ്കിലും ഒരു കൊച്ചു മാരുതി കാർ കൊണ്ടുവന്നിട്ടിരുന്നെങ്കിൽ. തൽക്കാലം ഇത് മതി. 2 സ്മാളിനുണ്ട്. ഗുരുവേ, താൻ പോയില്ലടോ? ഇല്ല, ഇതെനിക്ക് വേണ്ട. എന്നാ പോയിക്കോ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറ. തന്റെ അപ്പനാണോ ഭ്രാന്ത്? ചേട്ടാ, ചേട്ടാ, എന്താടാ? ചേട്ടനെ അന്വേഷിച്ച് അയ്യപ്പൻ ആനയായിട്ട് വന്നിരിക്കുന്നു. ആനയാ? എന്തിനാ പറയെടുക്കാനാ? ഓ, പറയെടുക്കാനൊന്നും അല്ല, എന്നെ കാണാനാ. അല്ലേ, നിന്നെ കാണാൻ ആനി വന്നു തുടങ്ങിയ? എന്ത് പറഞ്ഞാലും ഒരു എന്താ അയ്യപ്പനാരെ, ഇതാണോ ആന? അതെ സാർ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലോക്ക് ഓഫീസറെ കാണിച്ചോ? കാണിച്ചു. തഹസിൽദാർ സാറിനെ കാണിക്കാൻ പറഞ്ഞു. പെണ്ണാനയാണെന്നാണല്ലോ സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്താ അതിന് കൊമ്പ്? ഇത് കൊമ്പല്ല സാറേ, പല്ല. പിടിയാനക്ക് ഇതുപോലെ ഉണ്ടാവും. ഓ, അത് ശരി. ഇത് നമ്മുടെ കറുത്തേടത്തെ ജോർജ് കുട്ടിയുടെ ഇടമ്പല്ല് പോലെ ഉണ്ടല്ലോ. എന്റെ ഈശ്വര, എല്ലാം പോയില്ലോ. അമ്മച്ചൊന്നും മിണ്ടാതെ അകത്തേക്ക് പോണ്ടോ? അത് കൊള്ളാലോ. നീ ഇപ്പൊ തഹസിൽദാരി കളിക്കണ? എടാ, നീ തഹസിൽദാർ ആവണേന് മുമ്പ് നീ എന്റെ മോനായിരുന്നു. നിന്റെ അപ്പം തോമാച്ചനുണ്ടല്ലോ, അയാളെ വരെ ഞാൻ വില വെച്ചിട്ടില്ല. പിന്നല്ലേ നീ ഒരു തഹസിൽദാരി കളി? ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ എന്താ ചെയ്യാ, ഞാൻ പോട്ടെ. ഹലോ.
എന്നോട് റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സുന്ദരമുള്ള ചേട്ടനും ഗിരീഷ് പ്രസാദൊക്കെ അവിടെ പോയി. കാറി കയറി പോകുന്നുണ്ട്. എപ്പോ വരും? അതെനിക്കറിയില്ല. ഈ കാസറ്റ് കണ്ടോണ്ടിരിക്കാൻ പറഞ്ഞു. ഇനി പുറത്തെവിടെങ്കിലും പോവാണെങ്കിൽ ചായ ഇവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോവാൻ. ചില്ലറ മോഷണങ്ങളൊക്കെ ഉണ്ട്. യെസ് ബെന്നി, നമുക്കല്ല. ഹോട്ടൽ പീക്കോക്ക്. എന്താ ഇത്? ആ, ഇതിലെ ഷോക്ക് അബ്സോർബർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതാ കുതിക്കുന്നത്. അതല്ല, ഇത് പോംബെന്റാ, ഏഞ്ചൽ ഫോം. ജ്യേഷ്ഠാ, ചേട്ടാ, ഇതാ അലമ്പാക്കരുത്. ഇപ്പോഴാണ് ഉന്മേഷം ഉണ്ടായത്. എനിക്ക് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അവര് കണ്ടോണ്ട് വന്നാ 3-ന് ഇവിടുന്ന് ചാടിക്കും. ചേട്ടാ, ഈ കുരുക്കൊന്ന് അരിച്ചേ. എന്നെ കൊണ്ട് ഇത്ര പറ്റുമല്ലേ? പിടിച്ചോ. അയ്യോ, ഇപ്പൊ ചാടും. ചേട്ടാ, ആത്മഹത്യ. രക്ഷിക്കണം. What's your name? Oh, ചേട്ടാ. അയ്യോ, ചാടല്ലേ. ആള് മാറിപ്പോയി. പിന്നെ ഇതാര്? അയ്യോ, ഇത് നമ്മുടെ ബെന്നിയല്ലേ? അയ്യോ, അപ്പൊ മറ്റേ സാധനം അവിടെ. അയ്യോ, ഓക്കെ, സമ്മതിച്ച്. ഇനി നിങ്ങൾ ചാടിക്കോ, ഞാൻ പിടിക്കാം. എന്ത് പേടിയുണ്ടോ? ഈ ഒരു പണി മാത്രമേ ഞാൻ ചെയ്യാത്തതായിട്ടുള്ളൂ. ഇപ്പൊ അതുമായി ഡോളി പറഞ്ഞ ഇതല്ല, ഇത് അപ്പുറവും ചെയ്യും. സ്നേഹമുള്ള ആണുങ്ങൾ ഇവിടെ ഒന്ന് വേഗാവട്ടെ. പണികൾ ഇനി വേറെ ഉണ്ട്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. ഇവിടെ വച്ചോളമ്പി തരാൻ ഞങ്ങൾ വേലക്കാരൊന്നും അല്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതെങ്ങനെ? ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന ബിസിനസ് കാര്യങ്ങൾ മാത്രം പറയാൻ സമയം സന്ദർഭവും കിട്ടണ്ടേ? കറക്റ്റ്. പറഞ്ഞത് കേട്ടല്ലോ. വർത്താനം പറഞ്ഞ് നിൽക്കാതെ വേഗം ഈ ജോലി തീർത്തിട്ട് വന്ന് അടുക്കളയിൽ കയറും. ഒന്ന് നിന്നേ. ആ ഞാവായിലെ പേടിച്ചെന്നല്ല അടുക്കളയിൽ കയറുന്നത്. ഡോളിക്ക് വേണ്ടിയാ. ഇഷ്ടമുള്ളവരോടത്ത് വർക്ക് ചെയ്യുന്ന ഒരു രസമല്ലേ? രസമാണ്, പക്ഷേ അടുക്കളയിൽ ഒറ്റയ്ക്ക് മതി. നമ്മൾ ഒന്നിക്കുന്നതേ ഡൈനിങ് ടേബിളിൽ മതി. പിന്നെ ഒരു കാലം പഴങ്ങഞ്ഞി ഇരിപ്പുണ്ട്. അത് പെട്ടെന്ന് കുടിച്ച് തീർത്തേക്കണം. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലയിൽ തേങ്ങ വീണു. അവളെല്ലാം മറന്നുപോയി, സ്വന്തം കാമുകനെ പോലും. പിന്നെ ഇത് അത് ബസ് പറഞ്ഞപ്പോ അതിനകത്തുണ്ടായിരുന്ന പെണ്ണല്ലേ എല്ലാം മറന്നുപോയത്. അതൊക്കെ സിനിമയിൽ ഇന്നലെ. ഇത് തേങ്ങ വീണിട്ടാ. അവളെ കാമുകനെ മറന്നിട്ട് വേറൊരുത്തനെ കല്യാണം കഴിച്ചു. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് അവളുടെ തലയെ ഒരു വെള്ളക്കാ വീണു. അപ്പോൾ അവൾക്ക് കാമുകനെ ഓർമ്മ വന്നു. അവൾ അവന്റെ കൂടെ കുളിച്ചോടി. ലീന പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ജിംനേഷ്യം. ജിംനേഷ്യം അല്ല, മഗ്നീഷ്യം. പിന്നെ എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുമോ? വലിയ ബുദ്ധിമുട്ടില്ലാത്ത. പിന്നെ എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുമോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തത്. ബുദ്ധിമുട്ടില്ലാത്ത പണി പാട്ട് പാടുന്നതാണ്. കേൾക്കുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ചെറിയ പണിയാലും മതി. വല്ല നെട്ട് മുറുക്കലോ മറ്റോ. നിന്നെ ഇവിടെ പണിക്ക് നിർത്തിയാൽ പിന്നെ എനിക്ക് പണിയാവും. നീ ഒരു കലാകാരനല്ലേ, ഗായകനല്ലേ? ആ വഴിക്ക് ചിന്തിക്ക്. ഇവിടെ വെച്ച് വേണ്ട, റോഡിൽ ഇറങ്ങിയിട്ട് മതി.
കേടായി കിടക്കുന്ന കാറുകളൊക്കെ സ്റ്റാർട്ട് ആവും. എന്തിനു പാഴ്ശ്രുതി നീട്ടുവതേ തന്ത്രികൾ പൊട്ടിയ തമ്പുരുവിൽ. ഇനി പോകാനൊരു സ്ഥലമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറെ പൈസ പോയത് മിച്ചം. എന്തൊരു തീറ്റ അയാൾ തിന്നുകൂട്ടണേ. എന്നാ ശരീരത്തിൽ വല്ലതും കാണണ്ടേ? ആര്? ആ ആന ചൂണ്ടി. പിന്നെ അയാള് നിങ്ങളെ വിളിച്ചോണ്ട് നാട് മുഴുവൻ ഇറങ്ങിയതോ? അയാളെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കയ്യിലുള്ള തോയ്ക്ക് ആനയെ കിട്ടണ്ടേ? കുറച്ച് പൈസ കൂടെ കിട്ടിയിരുന്നെങ്കിൽ. അച്ഛൻ ഇത്ര വിഷമിക്കുന്ന എന്തിനാ? ആനയെ കിട്ടില്ലെങ്കിൽ മേടിച്ച കാശ് തിരിച്ചു കൊടുത്താ പോരെ? എന്റെ മാല ഞാൻ ഓടി തന്നേക്കാം. അതുകൊണ്ട് കാര്യമായില്ലോ മോളെ. 10,000 രൂപ ഇനി ഉണ്ടാക്കണ്ടേ? എനിക്കൊരു ബുദ്ധി. പറയടി. ഞാൻ പറയട്ടെ? പറയടി. ആ തടിച്ചെന്നെ വരുവാണ് ഇപ്പൊ പറയാൻ മനസ്സില്ല. ഒന്ന് പറയടി. തന്ന പൈസ നമുക്ക് തിരിച്ചു കൊടുക്കണ്ട. എന്നിട്ട് നമുക്ക് ആ പൈസ എടുത്ത് ഈ പെണ്ണിന്റെ കല്യാണം അങ്ങ് നടത്താവുന്നേ. അത് ശരി. ആനയായാലും മനുഷ്യനായാലും അവർക്ക് മാസാമാസം കാശ് കിട്ടിയാ പോരെ? ഈ ആനയ്ക്ക് പകരം നിന്റെ മരുമകനെ കൊണ്ട് എഴുന്നള്ളിക്കാൻ പറ്റുമോ? ഇല്ല. തടി പിടിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്ത് മറ്റതണ്ടി പറഞ്ഞു. ഞാൻ ബാറിലൊന്ന് കേറിട്ട് വരാം. ഓക്കെ. മറ്റുള്ളവരുടെ റൂമിൽ കയറി വരുന്നതിന് മുമ്പ് ഡോർ നോക്കിയാണെന്നുള്ള സാമാന്യ മര്യാദ തനിക്ക് അറിഞ്ഞൂടെ? സോറി ചേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്താ എന്താ? മറ്റുള്ളവരുടെ റൂമാ മിസ്റ്റർ? നിങ്ങളുടെ റൂം നമ്പർ എത്രയാ? എന്റെ റൂം നമ്പർ 506. ഇത് 406 മിസ്റ്റർ. ഇത് എന്റെ റൂമാ. അറിയോ? അതെ. സോറി ചേട്ടാ, എനിക്ക് എപ്പോഴും ഈ അബദ്ധം പറ്റാറുണ്ട്. മുകളിലത്തെ റൂമിന് വരും, താഴത്തെ റൂമിലോട്ട് പോകും, താഴത്തെ റൂമിന് വരും, മുകളിലത്തെ റൂമിലോട്ട് വരും. ക്ഷമിക്കണം ചേട്ടാ, പ്ലീസ്. ചേട്ടന്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നു ഞാൻ കള്ളരെന്ന് വിചാരിച്ചേനെ. താങ്ക് യു. ഞാൻ പോയിട്ട് വരാം. നല്ല സ്വഭാവ ഗുണമുള്ള ചേട്ടൻ. എന്താന്ന് ഇപ്പൊ പോണം? എങ്ങോട്ട്? രാവിലെ തന്നെ പത്രം കിട്ടിയപ്പോ ഞാൻ വായിച്ചു. അത് ഓടി വന്നാ ഇതിനുള്ളിൽ ഒന്ന് നോക്കി ആനയെ കൊടുക്കാനുള്ള പരിധം കിട്ടിയ ഉടനെ ഇതേക്ക് ഓടി പോന്നാണ് ഞാൻ. വേഗം പോയി ഷർട്ടടി. അറിഞ്ഞ ശരിക്കും ഉടനെ പോണെന്ന്. ഇപ്പഴാ പോയി ഷർട്ടടി. നിന്റെ അച്ഛൻ ഒന്നും പറഞ്ഞിക്കല്ലോ. നേരല്ല ഷർട്ട് ഗൗരവം മനസ്സിലാവില്ല. നീ ആരുടെ കാര്യം പറയണേ? നിന്റെ അച്ഛൻ ചത്ത കാര്യമല്ലേ പറഞ്ഞത്, ആനനെ വാങ്ങണ കാര്യ. ഇയാളെ ആരുടെ മറ്റേ നോക്കിയാണോ? എവിടെ? ഗാന്ധിനഗറിൽ. വൈകുന്നേരം കാണാം. ബെന്നി, എന്താ ഇത്? ഒരാളതാ താഴെ. താഴെ? എവിടെ? താനാ സാധനം താഴെ എവിടെങ്കിലും വെക്കണോ? അത് ശരി, താഴെ വെക്കാം. സോറി ഉണ്ട് കേട്ടോ. അതെ, വല്ലതും പറ്റിയോ? ഒന്നുമില്ല. ഏനെടുത്ത് മാറ്റണോ? സോറി, ഇപ്പം മാറ്റാം. ഇനി എനിക്ക് റോഡിനെ നടക്കും. പിന്നെ താനെന്താ കളിക്കുന്നോ? എടുത്തോ മാറ്റോ തന്നെ. ഓ അത് ശരി. പിന്നെ ഇപ്പൊ എവിടെ? ഇവിടെ. താങ്ക് യു. റോഡിലാടാ ഏണിയുമായി സർക്കസ്.
സോറി